ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ ആക്ച്വലി നാളെയാണ് എനിക്ക് അഡ്മിഷന് ഡേറ്റ് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ആക്കി ഒന്ന് വെച്ചിട്ട് ഇന്ന് അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ആണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്ത് അതിൽ നിന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഞാൻ വെക്കുന്നുണ്ട്. എങ്ങാനും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ആവശ്യമില്ലാത്തതല്ല, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് എൻ്റെതായ കാര്യങ്ങളൊക്കെ വെച്ച് കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു എൻ്റെ ഒരു ബാഗ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ന്യൂ മോംസിനൊക്കെ എന്തൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ എനിക്കതുപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ എന്റെ ബാഗ് ഇവിടെ പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം വൈകാതെ തന്നെ എന്തൊക്കെ ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബാഗിലേക്ക് പാക്ക് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇതുപോലൊരു ഡയറിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പാക്ക് ചെയ്ത ഐറ്റംസും പർച്ചേസ് ചെയ്ത ഐറ്റംസൊക്കെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ടിക്ക് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് അത് പാക്ക് ചെയ്തതും പർച്ചേസ് ചെയ്തതൊക്കെ അറിയാനായിട്ട് എളുപ്പമാകും. ഒന്നും വിട്ടുപോകാതെ തന്നെ നമുക്ക് അത് പാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലിപ്പോൾ ഏകദേശം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ ഫസ്റ്റ് ഡെലിവറിക്ക് ചേച്ചി ഇതുപോലെ ഒരു ഡയറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്കത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു ലിസ്റ്റ് പ്രകാരം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇനി ഇതിൽ ഓരോ ഐറ്റംസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ബാസ്ക്കറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബാസ്ക്കറ്റിലാണ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാം. ആദ്യമായിട്ട് കുറച്ച് വൈറ്റ് ക്ലോത്ത്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു അത്യാവശ്യം കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ട് വെക്കാനാണ്. ഉണ്ണിക്ക് ഡയപ്പറിനേക്കാളും കൂടുതൽ മുണ്ടാണ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. റാഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡയപ്പർ യൂസ് ചെയ്യാതെ മുണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് ക്ലോത്ത്സ് കട്ട് ചെയ്ത് നന്നായിട്ട് അലക്കി തേച്ച് മടക്കി വെച്ചിട്ടുള്ളതാണ്. അതൊരു ട്രാൻസ്പെറൻറ്റ് കവറിൽ എല്ലാം ഞാൻ വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് 2 ഫേസ് ടവലും പിന്നെ കുറച്ച് പിന്നിക്കെട്ടി ഉടുപ്പുകളാണ് കേട്ടോ. പിന്നിക്കെട്ടി ഉടുപ്പുകളാണ് ആദ്യമൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ പിന്നിക്കെട്ടികളായിരിക്കും അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഫേസ് ടവൽ നമ്മൾ ഫീഡ് ചെയ്തൊക്കെ കഴിഞ്ഞാൽ മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാനായിട്ട് ആവശ്യം വരും. അതിനായിട്ട് 2 ഫേസ് ടവലും എടുത്തിട്ടുണ്ട്. ഫേസ് ടവലിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ക്ലോത്ത് മസ്ലിൻ ക്ലോത്ത് ആണ്. മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ഭയങ്കര തിന്നും ആയിരിക്കും. ന്യൂ ബോൺ ബേബീസിന്റെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള മസ്ലിൻ ക്ലോത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാട്ടർ വൈപ്സ് ആണ്. നമ്മുടെ ബേബീസ് മോഷനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഏരിയാസ് ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ഇതുപോലുള്ള വാട്ടർ വൈപ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും വാട്ടർ വൈപ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്തത് വരുന്നത് മിറ്റൻസ്, സോക്സും ക്യാപ്സ് ഒക്കെയാണ്. മിറ്റൻസും സോക്സും ഒക്കെ ഇപ്പോൾ വളരെ അത്യാവശ്യമുള്ളതാണ്. കാരണം ന്യൂ ബോൺ ബേബീസിന്റെ കയ്യിലും കാലിലൊക്കെ നല്ല നഖം ഉണ്ടായിരിക്കും. ഇവരുടെ കയ്യിലുള്ള ഈ നഖം വെച്ചിട്ട് അവരുടെ ഫേസിലും ദേഹത്തൊക്കെ നന്നായിട്ട് കോറാനുള്ള സാധ്യതയുണ്ട്. അപ്പം മുറിവൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കയ്യിൽ മിറ്റൻസ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ബേബീസിന് നമ്മുടെ ടെമ്പറേച്ചറായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അവർക്ക് എപ്പോഴും തണുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സോക്സും ക്യാപ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ചധികം സോക്സും മിറ്റൻസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത്ര അധികമൊന്നും കൊണ്ടുപോകേണ്ടി വരില്ലായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് ഞാൻ എല്ലാതും എടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അടുത്തൊരു കവറിൽ ഞാൻ കുറച്ച് റോംബേഴ്സ് ആണ് ആക്കി വെച്ചിട്ടുള്ളത്. ഇത് അനുശേട്ടൻ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള റോംബേഴ്സ് ആണ്. റോംബേഴ്സ് ഒന്നും ഇട്ട് വരേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ എനിക്ക് ഈ റോംബേഴ്സ് ഒക്കെ കണ്ടപ്പോൾ എല്ലാം കൂടി കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നുകൊണ്ട് ഞാൻ എല്ലാം കൂടിയിട്ട് ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കാണാനായിട്ട് വളരെയധികം ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇനി പോയി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് എടുക്കായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം പിന്നീട് തോന്നണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം കൂടി ഒരു കവറിലാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് റബ്ബർ ഷീറ്റാണ്. ഇത് ബേബി യൂറിനും മോഷനൊക്കെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു റബ്ബർ ഷീറ്റ് താഴെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് വൈപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും.
ഡയറക്റ്റ് ബെഡിൽ കിടത്തുമ്പോൾ ഏത് ടൈമിലും നമുക്കിത് വാഷ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുപോലെ ഒരു റബ്ബർ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതുപോലെ ഒരെണ്ണം ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ഷീറ്റ് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു റിസീവിങ് ടവലാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് അനുശേഷം വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെയാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂ ബോൺ ബേബീസിനെ നമ്മൾ എവിടെ കൊണ്ടുപോകുകയാണെങ്കിലും ഇതുപോലൊരു റിസീവിങ് ടവലിൽ കവർ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഡ്രൈ ഷീറ്റ്. അങ്ങനെ 2 ഡ്രൈ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉള്ള ഒരു ഡ്രൈ ഷീറ്റാണിത്. ഇത് നമ്മുടെ ബേബീസിനെ ബെഡിലൊക്കെ കിടത്തുമ്പോൾ ഇത് വിരിച്ചിട്ട് കിടത്തുകയാണെങ്കിൽ അവർ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബെഡിലാവാതെ ഈ ഡ്രൈ ഷീറ്റ് മൂത്രമൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഡ്രൈ ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാങ്കറ്റ് ആണ്. ബ്ലാങ്കറ്റും ഞാൻ മസ്ലിൻ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. മസ്ലിൻ്റെ ക്ലോത്ത് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. നല്ല തിൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ മസ്ലിൻ ക്ലോത്ത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബ്ലാങ്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാനിപ്പോൾ ആഡ് ചെയ്യാത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഡയപ്പറാണ്. അത് ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഞാനത് ആവശ്യം വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇപ്പം ഞാനത് എൻ്റെ ബാഗിൽ വെച്ചിട്ടില്ല. അത് ആവശ്യത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാനായിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയൊക്കെ ഐറ്റംസാണ് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഒരു 2-3 ഐറ്റംസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിൽ കൊള്ളാത്തതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുള്ള ഒരു ബാഗിൽ ഞാൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് കാണാം. ഒന്നൊരു റിസീവിങ് ബാഗും പിന്നെ ഒരു ബെഡും ആണ് ഉള്ളത്. ഇത് രണ്ടും എനിക്ക് എൻ്റെ ഫ്രണ്ട് ദയ ബേബിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടുമാണ് നമ്മളിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ക്ലിപ്പിൻ്റെ സെറ്റാണ്. ഇതിൽ കുറേ ക്ലിപ്സ് വരുന്നുണ്ട്. 32 എണ്ണം അങ്ങോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ബേബിയുടെ ഡ്രസ്സൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ട് ഇതുപോലെ തൂക്കിയിടാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ ഉണങ്ങിയും കിട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പോർട്ടബിൾ ഫാനാണ്. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം അത്യാവശ്യമായിരിക്കും. ഇനി അടുത്തതായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ കുറച്ച് ഫ്രോക്ക് നൈറ്റീസും നൈറ്റീസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2-3 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് 2 വലിയ മുണ്ടാണ്. ഈ മുണ്ട് നമുക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ മുണ്ട് ആവശ്യം വരും. അപ്പോൾ അതിനായിട്ട് 2 വലിയ മുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു 2-3 തോർത്ത് മുണ്ടും പിന്നെ കുറച്ച് ഇന്നർ വെയേഴ്സും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 2 അണ്ടർസ്കേർട്ടാണ്. പിന്നെ 2 ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു നല്ല ഡ്രസ്സും വെച്ചിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ അതിട്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് ഒരു ഹോം കമ്മിങ് ഔട്ട്ഫിറ്റും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു പാക്കറ്റ് പാഡ് എടുത്തിട്ടുണ്ട്. XXL സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് ആൻഡ് ഫയൽസ്. പിന്നെ അടുത്തൊരു ഫയൽ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആധാർ കാർഡ്, ID പ്രൂഫ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഒരു ഫയലാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ നമ്മൾ ഡെയിലി കഴിക്കാറുള്ള മെഡിസിൻസ് ആണ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കവറിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ആക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ചെറിയ കത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് ഒരു കത്തി ആവശ്യം വരും. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട്. പാത്രം കഴുകുന്ന സ്ക്രബ്ബർ, പിന്നെ ഒരു ചെറിയ ബോട്ടിലിൽ പാരച്യൂട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോസപ്പ് എടുത്തിട്ടുണ്ട്. ബ്രഷ് എടുത്തിട്ടുണ്ട്. പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പാത്രം കഴുകാൻ ആവശ്യമുള്ള ഒരു ലിക്വിഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുന്നത് ഡെറ്റോൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ബോട്ടിൽ ഡെറ്റോളും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ ആവശ്യം വരുമ്പോൾ ഇതുപോലെ ഫ്ലാസ്ക് ആവശ്യം വരും. പിന്നെ കഞ്ഞിയൊക്കെ കുടിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കത് മേടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തൂക്കുപാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസും ഒരു ചെറിയ കപ്പും എടുത്തിട്ടുണ്ട്. 2 പ്ലേറ്റും പിന്നെ കുറച്ച് സ്പൂണുകളും എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി പോയി പ്രസവിച്ചിട്ട് വരൂ ഗൈസ്. ഞാനും പോയിട്ട് വരാം. ബായ്.